ഹായ് മിൻഹാജ് ബ്ലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് കേട്ടോ റെനാക്കോൺ റാപ്പിഡ് വാൾ വെച്ചിട്ട് നമ്മൾ പാർട്ടീഷൻ വാൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നതാണ് ഈ സി ചാനലും ജെ ചാനലിലേക്കും ഇത് കൊണ്ടുപോയി കണക്ട് ചെയ്യാമെന്ന് പറയുന്നതാണ് ഇത്തിരി കഷ്ടപ്പാടുള്ള പണി. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ആയാലും ഇതൊരു സൈഡിൽ വെച്ചിട്ട് ആ ഒരു ചാനലിലൂടെ തള്ളിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോവില്ല. അപ്പോൾ അതിന് ആ ചാനലിലേക്ക് കറക്റ്റായി ഇട്ട് അത് സെറ്റായി ജോയിൻ്റ് ആക്കി വെച്ച് പിന്നെ അതിൽ നമ്മൾ ഫില്ലിങ്സ് കൊടുത്ത് പിന്നെ മെഷ് വെച്ചിട്ട് വീണ്ടും ഫില്ല് ചെയ്തിട്ടാണ് അതിന് പിന്നീട് ഒരു ചുമരായിട്ട് പരിഗണിക്കുന്നത്. പിന്നീട് അതിന് ശേഷം നമുക്ക് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് ഒരു കറക്റ്റ് ഒരു വാളായിട്ട് തന്നെ നമുക്കതിന് ഫീൽ ആവുള്ളൂ. മറ്റ് ഇതുപോലൊരു റാപ്പിഡ് വാളിൻ്റെ വർക്കാണെന്നുള്ളൊരു ഫീല് പോലും നമുക്ക് പിന്നീട് അത് കാണുമ്പോൾ ഉണ്ടാവില്ല. കാരണം അത് അത്രയും ഫിനിഷിംഗ് ആണ് ആ ഒരു വർക്കും പിന്നെ അതിൻ്റേതായിട്ടുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾ എല്ലതും. അപ്പോൾ ഇത് ഇത്തിരി ശ്രമകരമായിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അത്. അപ്പോൾ അതിനൊരു ചെറിയൊരു ടൈം എടുക്കും. പിന്നെ കറക്റ്റായിട്ട് അതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ല. മറ്റുള്ള വർക്കുകളെ അപേക്ഷിച്ച് നമുക്ക് സ്പീഡിൽ ചെയ്യാവുന്നൊരു വർക്കാണിത്. പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര കോസ്റ്റ് എഫക്റ്റീവ് ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. മിനിമം ടൈമും കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. മറ്റേത് നമ്മളൊരു ചുമര് ചെയ്ത് അതിന് രണ്ട് സൈഡും പ്ലാസ്റ്റർ ചെയ്തിട്ടൊക്കെ ചെയ്ത് വരുന്നതും ഇതും തമ്മിൽ നമുക്കൊരു സ്പീഡായിട്ട് വർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിത് ചുമര് കെട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നനച്ച് ആകെ വെള്ളമായി. കാരണം എക്സിസ്റ്റിംഗ് ഒരു ബിൽഡിംഗ് ആണല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈ ക്യൂറിങ് എന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാവുന്നൊരു സംഭവങ്ങളാണ്. അതേസമയം പുതിയതായിട്ട് ചെയ്യുമ്പോൾ അത്ര പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ പുതിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ സ്റ്റീൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റാവുന്ന സംഭവങ്ങളാണ് ഇതുപോലത്തുള്ള റാപ്പിഡ് വാളിൻ്റെ വർക്കുകളൊക്കെ. നമ്മുടെ ജോയിനറികൾക്ക് അനുസരിച്ചിട്ട് ജനൽ വാതിൽ അതുപോലെയുള്ള കട്ടിങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നമുക്ക് നല്ല ഫിനിഷായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് പലർക്കും ഇതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടായിരിക്കും. ചിലർക്ക് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാനൊരു വീഡിയോ ഇത്രയും വിശദീകരിച്ചിട്ട് വളരെ നോർമലൈസ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് 2 ഇഞ്ചിലും 3 ഇഞ്ചിലും നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിവിടെ 3 ഇഞ്ചിൻ്റെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പ്ലംബിങ്ങും വയറിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ 3 ഇഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. 3 ഇഞ്ച് 2 ഇഞ്ച് നമ്മളൊരു 45 റുപ്പീസിൻ്റെ ഒക്കെ വേരിയേഷൻസ് വരുന്നുണ്ട് പെർ സ്ക്വയർ ഫീറ്റുമ്പോൾ. ഇതിന് വന്നിട്ട് 190 to 200 വരെ പെർ സ്ക്വയർ ഫീറ്റുമ്പോൾ നമുക്കൊരു റാപ്പിഡ് വാളിന് റേറ്റ് വരുന്നുണ്ട് നമുക്ക് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ. പിന്നെ അതുപോലെ ഇത് 2-3 നിലയൊക്കെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് അതിനൊക്കെയുള്ള വർക്ക് വരുമ്പോൾ അതിൻ്റെ കോസ്റ്റും കൂടി കൂടുതലായിട്ട് വരും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിവരങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.